മലപ്പുറം ഉറുങ്ങാട്ടിരിയിൽ വെറ്റിലപ്പാറയിൽ കിണറ്റിൽ വീണ കാട്ടാനെ രക്ഷിക്കാൻ ശ്രമങ്ങൾ തുടരുന്നു. വനംവകുപ്പും പോലീസും ചേർന്നാണ് രക്ഷാപ്രവർത്തനത്തിന് ശ്രമം നടത്തുന്നത്. അതേസമയം കാട്ടാനയെ പ്രദേശത്ത് നിന്ന് മാറ്റണം എന്നാവശ്യപ്പെട്ട് ഡിഎഫ്ഒയ്ക്കെതിരെ നാട്ടുകാരും പ്രതിഷേധിക്കുന്നുണ്ട്. പ്രദേശത്ത് നിന്ന് ഉടൻ കാട്ടാനയെ മാറ്റുന്നത് പ്രായോഗികമല്ലെന്ന് ഡിഎഫ്ഒ അറിയിച്ചു. ദിസ്ന സുരേഷ് ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. ദിസ്ന, ഈ ഉറുങ്ങാട്ടേരിയിൽ കിണറ്റിൽ വീണ കാട്ടാനയെ രക്ഷിക്കാനുള്ള ശ്രമങ്ങൾ ഒരു ഭാഗത്ത് തുടരുന്നുണ്ട്. അതിനിടയിൽ പ്രദേശവാസികളുടെ ഭാഗത്തു നിന്നുള്ള പ്രതിഷേധവും ഉയരുന്നുണ്ട്. എന്തായാലും ഇപ്പോഴത്തെ സാഹചര്യം എങ്ങനെയാണ് അവിടെ? നമുക്കറിയാൻ കഴിഞ്ഞിരിക്കുന്നത് രോഹിണി, വലിയ രീതിയിലുള്ള പ്രതിഷേധം തന്നെയാണ് ഈ പ്രദേശവാസികൾ ഉയർത്തുന്നത്. കാരണം ഇത്തരത്തിലുള്ള കാട്ടാന ശല്യം ഉണ്ടായിട്ടും യാതൊരു തരത്തിലുള്ള നടപടി എടുത്തില്ല എന്നൊരു കാര്യം തന്നെയാണ് ഇവർ ഉന്നയിക്കുന്നത്. ഇന്ന് പുലർച്ചെ 1 മണിയോടുകൂടിയാണ് ഈ കാട്ടാന വീണത്. ആടറമാക്കൽ സണ്ണിയുടെ കിണറ്റിലാണ് ഇത്തരത്തിൽ ഈ കാട്ടാന വീണിട്ടുള്ളത്. രാത്രിയിൽ കൃഷിയിടത്തിലേക്ക് എത്തിയ കാട്ടാനകളിൽ ഒന്നാണ് കിണറ്റിൽ വീണത് എന്ന നിഗമനത്തിൽ തന്നെയാണ് ഇപ്പോൾ അധികൃതർ എത്തിയിട്ടുള്ളത്. ഈ നാട്ടുകാർ പടക്കം പൊട്ടിച്ച് കാട്ടാനയെ തുരത്താൻ ശ്രമിക്കുന്നതിനിടെയാണ് ഈ കാട്ടാന കിണറ്റിൽ വീണത്. JCBയുടെ സഹായത്തോടെ കിണറിടിച്ച് കാട്ടാനയെ കരക്കെത്തിക്കാനുള്ള ശ്രമം ഒക്കെ തന്നെ ഈ നാട്ടുകാരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായെങ്കിലും അതൊന്നും തന്നെ നടപ്പിലാക്കാൻ കഴിയാത്ത ഒരു അവസ്ഥയാണ് ഉണ്ടായത്. എന്തായാലും വലിയ രീതിയിലുള്ള പ്രതിഷേധവുമായി പ്രദേശവാസികളും രംഗത്തെത്തിയിട്ടുണ്ട്. ഈ ആനയെ ഉടൻ തന്നെ പുറത്തെത്തിച്ച്, അതായത് മയക്കുവേടി വെച്ച് പുറത്തെത്തിക്കണം എന്ന ഒരു കാര്യം തന്നെയാണ് ഈ നാട്ടുകാർ ഉന്നയിക്കുന്നത്. പലതവണ ഇത്തരത്തിലുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ട് യാതൊരു തരത്തിലുള്ള പ്രതികരണം ഉണ്ടായിട്ടില്ല. നമുക്ക് ഇപ്പോൾ നിലവിൽ അറിയാൻ കഴിയുന്ന രോഹിണി, കാട്ടാനയെ മയക്കുവേടി വെക്കും എന്നൊരു കാര്യം തന്നെയാണ് നമുക്ക് അറിയാൻ സാധിച്ചിരിക്കുന്നത്. ചീഫ് വൈൽഡ് ഗാർഡന് ഇത് സംബന്ധിച്ച അനുമതിയുമായി ബന്ധപ്പെട്ട് DFO കത്തയച്ചിട്ടുണ്ട് എന്നൊരു കാര്യം തന്നെയാണ് അറിയാൻ നമുക്ക് നിലവിൽ സാധിച്ചിട്ടുള്ളത്. എന്തായാലും വലിയ ഒരു പ്രതിഷേധം തന്നെയാണ് പ്രദേശവാസികളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുള്ളത്. ആനയുടെ ആരോഗ്യസ്ഥിതി അടക്കം പരിശോധിക്കേണ്ടതുണ്ട് എന്ന് തന്നെയാണ് നമുക്ക് നിലവിൽ അറിയാൻ സാധിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ കാട്ടാനയെ മയക്കുവെടി വെച്ചതിന് ശേഷം പുറത്തെത്തിക്കാനുള്ള ഒരു ശ്രമം തന്നെയായിരിക്കും നടക്കുക. നിരവധി തവണ ഇത്തരത്തിൽ ആളുകൾ ഇതിനെതിരെ പ്രതിഷേധവുമായി രംഗത്ത് വന്നിട്ടുണ്ടെങ്കിലും അതായത് അധികൃതരുടെ ഭാഗത്തു നിന്ന് യാതൊരു തരത്തിലുള്ള സഹായവും ഉണ്ടായിട്ടില്ല എന്നൊരു കാര്യം തന്നെയാണ് പറയുന്നത്. കൃഷിയിടങ്ങളിലൊക്കെ തന്നെയും വലിയ രീതിയിൽ ഈ കാട്ടാന ശല്യം ഉണ്ട് എന്ന് തന്നെയാണ് ഇവിടുത്തെ നാട്ടുകാർ ആരോപിക്കുന്നത്. DFO അടക്കമുള്ളവർ എത്തിയപ്പോൾ വലിയ രീതിയിലുള്ള പ്രതിഷേധം തന്നെയാണ് നാട്ടുകാരുടെ ഭാഗത്തു നിന്നുണ്ടായത്. ഇത് സംബന്ധിച്ച ഇനിയൊരു തീരുമാനം ഉണ്ടാവണം. എങ്ങനെയാണ് ഈ ആനയെ പുറത്തെത്തിക്കുക എന്നതടക്കമുള്ള ഒരു തീരുമാനം ഉണ്ടാവണം. ആ തീരുമാനത്തിനായാണ് ഇവിടുത്തെ നാട്ടുകാർ ഇപ്പോൾ കാത്തിരിക്കുന്നത്. രോഹിണി, ദിസ്ന, നമുക്കറിയാം ഇപ്പോൾ മലപ്പുറത്തെ കാട്ടാന ആക്രമണത്തിൽ 2 ജീവനുകളാണ് പൊലിഞ്ഞത്. ഇത് ജനവാസ മേഖലയിലേക്ക് ഈ കാട്ടാന എത്തി ആൾമറയില്ലാത്ത കിണറ്റിൽ വീണതുകൊണ്ടാണ് ശ്രദ്ധയിൽപ്പെട്ടത്. അല്ലെങ്കിൽ ഒരുപക്ഷെ ഇത് വലിയ രീതിയിലുള്ള ആക്രമണകാരിയാകാനുള്ള സാധ്യതയും ഉണ്ടാകുന്നുണ്ട്. അതുകൊണ്ടാണ് സ്വാഭാവികമായും പ്രദേശവാസികൾ ഇത്തരത്തിലുള്ളൊരു പ്രതിഷേധം ഉയർത്തുന്നത്. എന്തായാലും ഈ കാട്ടാനയെ ഈ സ്ഥലത്തു നിന്ന് തന്നെ നീക്കം ചെയ്യണമെന്നുള്ള ആവശ്യമാണ് നാട്ടുകാർ ഉന്നയിക്കുന്നത്. പക്ഷേ അത് സാധ്യമല്ല, പ്രായോഗികമല്ല എന്നാണ് DFO അറിയിച്ചിരിക്കുന്നത്. അതെന്തുകൊണ്ടാണ്? തീർച്ചയായും രോഹിണി സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ കാട്ടാനെ എങ്ങനെയാണ് പുറത്തേക്ക് എടുക്കുക എന്നതിനെ ചൊല്ലി വലിയൊരു ആശയക്കുഴപ്പം തന്നെയാണ് നിലവിൽ ഈ പ്രദേശത്ത് നിലനിൽക്കുന്നത്. ഈ കാട്ടാനയെ സമീപത്തെ, അതായത് വനംവകുപ്പ് ഉദ്ദേശിക്കുന്നത് ഇതിനെ പുറത്തെടുത്ത് സമീപത്തേക്കുള്ള വനത്തിലേക്ക് തന്നെ തിരിച്ചയക്കുവാനുള്ള ഒരു നടപടി സ്വീകരിക്കണമെന്ന് തന്നെയാണ് ഈ വനം വകുപ്പ് ആവശ്യപ്പെടുന്നത്. എന്നാൽ അത്തരത്തിൽ സമീപത്തുള്ള വനത്തിലേക്ക് വിടുവാൻ ഒരിക്കലും അനുവദിക്കില്ല എന്നൊരു കാര്യം തന്നെയാണ് ഈ പ്രദേശവാസികൾ വ്യക്തമാക്കിയിട്ടുള്ളത്. അവർ പറയുന്നത് ഉൾവനത്തിലേക്ക് വിടണമെന്നൊരു കാര്യം തന്നെയാണ് ഈ നാട്ടുകാരുടെ ആവശ്യം. ഈ നിലമ്പൂർ DFO OP കാർത്തിക് സ്ഥലത്തെത്തുന്ന സമയത്ത് വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധം തന്നെയാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത്. നമുക്കറിയാൻ സാധിക്കുന്നത്, നേരത്തെ രോഹിണി സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ വന്യമൃഗശല്യം കാരണം ഒരുപാട് പേരുടെ ജീവൻ അപകടത്തിലാവുന്നു, ജീവൻ തന്നെ ഇല്ലാതാവുന്ന ഒരു അവസ്ഥ ഉണ്ടായിട്ടും സർക്കാർ യാതൊരു തരത്തിലുള്ള നടപടിയും എടുത്തിട്ടില്ല എന്നൊരു കാര്യം തന്നെയാണ് നിലവിൽ പ്രധാനമായും ഉയർന്നു വരുന്ന ആവശ്യം. നമുക്കറിയാം ഈ പ്രദേശത്ത് വലിയ രീതിയിലുള്ള കാട്ടാന ശല്യം ഉണ്ടാവാറുണ്ട്. വിവിധ തരത്തിലുള്ള പ്രതിഷേധങ്ങൾ ഇവർ ഉയർത്താറുണ്ട്. എന്നിട്ട് പോലും യാതൊരു രീതിയിലുള്ള നടപടിയും ഉണ്ടായിട്ടില്ല എന്നതാണ് നമുക്ക് അറിയാൻ സാധിച്ചത്. കിണറ്റിൽ വീണ കാട്ടാനയുടെ ആരോഗ്യസ്ഥിതി സംബന്ധിച്ച് നിലവിൽ നമുക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളത്. നിലവിൽ കാട്ടാനയ്ക്ക് കാര്യമായ പരിക്കുകൾ ഇല്ല എന്നൊരു സൂചന തന്നെയാണ് വനം വകുപ്പ് ഇപ്പോൾ പുറത്തുവിടുന്നത്. ഇനി ഏതെങ്കിലും തരത്തിലുള്ള പരിക്കുകൾ ഉണ്ടോ എന്ന ഒരു കാര്യവും പരിശോധിക്കണമെന്നും വനം വകുപ്പ് വ്യക്തമാക്കുന്നുണ്ട്. എന്തായാലും തുടർ സമയങ്ങളിൽ മാത്രമാണ് എന്ത് തീരുമാനമാണ് ഇവർ എടുക്കുന്നത് എന്നതിനെ സംബന്ധിച്ച് നമുക്ക് അറിയുവാൻ സാധിക്കുന്നുള്ളൂ. എന്തായാലും ഇവിടെ വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധം തന്നെയാണ് നിലവിൽ ഉയർന്നു വരുന്നത്. രോഹിണി, ശരി. ദിസ്ന സുരേഷാണ് വിവരങ്ങൾ നൽകിയത്.